ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് CR7 ആണ്. ഒരു ചാനൽ തുടങ്ങി യൂട്യൂബിനെ വിറപ്പിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ. ചാനൽ തുടങ്ങി 24 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും 20 മില്യൺ കടന്നിരിക്കുകയാണ് ക്രിസ്ത്യാനോയുടെ സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത ഇതുതന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ഗൾഫിലെ വാർത്തകൾ കൂടി നോക്കി വരാം. ഓഗസ്റ്റ് 26-ന് സ്കൂൾ തുറക്കാണ് UAE-യിൽ. അന്നേ ദിവസം സർക്കാർ മേഖലയിലുള്ള ജോലിക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിച്ചിരിക്കുകയാണ് UAE. ഇനി നഴ്സറിയിലും കിൻഡർഗാർട്ടനിലും പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരാഴ്ച മുഴുവൻ ഈ ഒരു ഫ്ലെക്സിബിൾ ജോലി സമയത്തിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം. 3 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കാനും തിരികെ വിളിക്കാനുമായുള്ള ഒരു സമയമാണ് ഇത് ഒന്നുകിൽ രാവിലെ ഒരുമിച്ച് 3 മണിക്കൂർ എടുക്കാം, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമായിട്ട് ഉപയോഗിക്കാം. ഒരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ഒരു യുവതിക്ക് 2,70,50,000 റിയാൽ നഷ്ടപരിഹാരമായി നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് സൗദി. റിയാദ് അപ്പീൽ കോടതിയിലെ ലേബർ കോടതി ബെഞ്ചാണ് ഈ ശിക്ഷ വിധിച്ചത്. അകാരണമായി പിരിച്ചുവിട്ടു, അപമാനിച്ചു, അനാവശ്യ ഫൈൻ ചുമത്തി തുടങ്ങിയ പരാതികളാണ് ജീവനക്കാരി കമ്പനിക്കെതിരെ നൽകിയിരുന്നത്. നോട്ടീസ് പീരീഡിലെ സാലറി, സർവീസ് ആനുകൂല്യം, തൊഴിൽ കരാർ പ്രകാരം അവശേഷിക്കുന്ന ദിവസങ്ങളിലെ സാലറി, എടുക്കാത്ത ലീവുകൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവ ചേർത്താണ് 2,70,50,000 റിയാൽ നഷ്ടപരിഹാരമായി കമ്പനിക്കെതിരെ കോടതി വിധിച്ചത്. ഇത് കൂടാതെ തൊഴിൽ നിയമപ്രകാരം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി വിധിച്ചു. കടുത്ത ചൂടിൽ നിന്ന് ശൈത്യകാലത്തെ കാത്തിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പുതിയ സീസണിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഖത്തറിൽ. പുതിയ സീസണിലെ ക്യാമ്പിംഗ് പെർമിറ്റുകൾക്കായുള്ള ഫീസ് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭിന്നശേഷിക്കാരെയും ജോലിയിൽ നിന്ന് റിട്ടയർ ആയവരെയും ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ പെർമിറ്റിന് 3,000 റിയാലാണ് ഫീസ് നൽകേണ്ടത്. പഴയ പെർമിറ്റിൽ ഭേദഗതികൾ വരുത്തുന്നതിന് 1,000 റിയാൽ നൽകണം. ഇനി നഷ്ടപ്പെട്ട പെർമിറ്റിന് പകരം പുതിയത് ലഭിക്കണമെങ്കിൽ 100 റിയാലും നൽകണം. ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, ഓഗസ്റ്റ് 24 ശനിയാഴ്ച സുഹൈൽ നക്ഷത്രം ഉദിക്കുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചിട്ടുണ്ട്. സുഹൈൽ എത്തുന്നതോടുകൂടി ചൂട് കുറഞ്ഞു തുടങ്ങും. വിവിധ മേഖലകളിൽ അനധികൃതമായി ജോലി ചെയ്യുന്നത് തടയുന്നതിനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം ഉറപ്പാക്കുന്നതിനും നടപടികൾ ശക്തമാക്കുമെന്ന് ആവർത്തിക്കുകയാണ് ഒമാൻ. നിരോധിത മേഖലകളിൽ വിദേശികൾ ജോലി ചെയ്യുന്നത് പരിശോധിക്കാൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ കർശനമാക്കും. നിലവിൽ നിരവധി സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ തൊഴിൽ പെർമിറ്റിൽ അനുവദിച്ച ജോലിയിൽ നിന്ന് മാറി മറ്റു ജോലികൾ ചെയ്യുന്നവരെയും പിടികൂടുന്നുണ്ട്. ഇത്തരത്തിൽ പിടികൂടുന്നവരിൽ നിന്ന് വലിയ തുകയാണ് ഫൈനായി ഈടാക്കുക. വിവിധ ഭാഷകളിലായി ഈ ഒരു കാര്യത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ 12,000 പേരെയാണ് നിയമലംഘനങ്ങളുടെ പേരിൽ പിടികൂടിയത്. ഇതിൽ 9,700 പേരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്.